കിടക്കുന്നില്ലേ? നീ കിടന്നോ, ഞാൻ വരാം. നേരം ഒരുപാടായി. എനിക്ക് ഉറക്കം വരുന്നില്ല. കുറച്ചു നേരം കൂടി ഞാൻ വരയ്ക്കും. നീ കിടന്നോ. ഞാൻ കിടക്കാൻ പോവാ. ഭഗവാനെ, വിഷ്ണുത്തരന്റെ ഉദ്യമങ്ങൾ അങ്ങ് ശ്രദ്ധിക്കുന്നുവോ? തീർച്ചയായും ദേവി. ആ ഭക്തൻ വലിയ ആവേശത്തിലാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് ഇതൊരു ജീവിത സാക്ഷാത്കാരമല്ലേ ദേവി? ഇഷ്ടദേവന്റെ സ്വപ്ന ദർശനം, ദേവസന്നിധിയിലേക്കുള്ള പ്രയാണം, ദേവനിയോഗം. ആവേശമുണ്ടായില്ലെങ്കിലേ അത്ഭുതത്തിന് അവകാശമുള്ളൂ. അതെ ഭഗവാനെ, തീർച്ചയായും. പക്ഷേ എന്റെ ആശങ്ക മറ്റൊന്നാണ്. പറഞ്ഞാലും ദേവി, ഭവതിയുടെ ഏതാശങ്കയ്ക്കും മറുവാക്കായി നാം ഉണ്ടല്ലോ. അതെ ഭഗവാനെ, അത് ഈയുള്ളവളുടെ മാത്രം സൗഭാഗ്യമല്ല. അനേകം ക്ഷീരപഥങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അനാദിയായ ഈ പ്രപഞ്ചത്തിന്റെ ആകമാനം സൗഭാഗ്യമാണ്. പറയൂ, ദേവിയുടെ ആശങ്ക പറയൂ. അല്ല ഭഗവാനെ, അവിടുത്തെ നിയോഗപ്രകാരം ആ ഭക്തൻ അവിടുത്തെ ആലയത്തിന്റെ രൂപഘടന ചിന്തിക്കുകയാണ്. ഭൗമജീവിതത്തിലെ വിദൂരമായ 2 അകലങ്ങളിൽ നിൽക്കുന്നവരാണ് ആ ഭക്തനും അവിടുത്തെ ഭക്തശിരോമണിയായ ആ രാജകുമാരനും. ഈ ഭക്തന് അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റപ്പെടണമെങ്കിൽ ഇവർ പരസ്പരം അറിയണം, ഒന്നിച്ചു ചേരണം. അത് സാധ്യമാകുമോ എന്നതാണ് എന്റെ ആശങ്ക. ദേവി, ഈ വിശാല പ്രപഞ്ചത്തിൽ സർവത്തിനും ആധാരം നാമാണെന്ന് ഭവതിക്ക് അറിവുള്ളതല്ലേ? സൃഷ്ടിയും പരിപാലനവും സംഹാരവും നാം തന്നെ. ഭൗമാവസ്ഥയിലെ സ്ഥാനമാനങ്ങളിൽ ഈ 2 ഭക്തന്മാർക്കും അന്തരമുണ്ടാകാം. സ്വാഭാവികമായ അവസ്ഥയിൽ അവർ തമ്മിൽ സഹകരണവും അസംഭവ്യമാണ്. പക്ഷേ നാം ഈ അസംഭവ്യതയെ സംഭവ്യമാക്കും. നാം അവരെ തമ്മിൽ കൂട്ടിയിണക്കും. എന്താ ദേവിക്ക് തൃപ്തിയായോ? തൃപ്തിയായി ഭഗവാനെ, തൃപ്തിയായി. അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന വിശിഷ്ട നിമിഷത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതു കാണാൻ ദേവി കാത്തിരുന്നുകൊള്ളൂ. തികച്ചും സ്വാഭാവികമായ പരിണാമങ്ങളിലൂടെ തന്നെ അത് സംഭവിക്കും. അതാ നോക്കൂ, ചുറ്റുമുള്ള മനുഷ്യർ ഗാഠനിദ്രയിലായിട്ടും അങ്ങയുടെ ആ ഭക്തൻ മാത്രം കർമ്മനിരതനായിരിക്കുന്നു. അതേ ദേവി, കർമ്മകുശലമായ വ്യക്തിത്വം കൊണ്ടേ ഏതൊരു മനുഷ്യനും ഉന്നതി കൈവരികയുള്ളൂ. പത്മനാഭ, വത്സ, നമ്മുടെ ദേവാലയ പുനർനിർമ്മിതി നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് നാം അറിയുന്നു. അതിനുള്ള വഴികൾ തെളിയാതെ നീ വ്യാകുലപ്പെടുന്നതും നാം മനസ്സിലാക്കുന്നു.
വത്സ, ശാന്തി കൈവരിക്കൂ, മനസ്സ് സ്വസ്ഥമാക്കൂ. നിന്റെ മനസ്സിൽ നമ്മോടുള്ള ഭക്തി അതിതീവ്രമാണെന്ന് നാം അറിയുന്നു. ഭക്തി കൊണ്ട് മാത്രം പ്രസാദിക്കുന്നവനാണ് നാം. നമ്മുടെ സർവപ്രസാദവും നിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ മാർഗം സുഗമമാകും, നിന്റെ ലക്ഷ്യം പൂർണ്ണമാകും. നമ്മുടെ ദേവാലയത്തിന്റെ രൂപശില്പമാണ് ഇന്നു നിന്നെ ഏറ്റവും അധികം വ്യാകുലപ്പെടുത്തുന്ന കാര്യം. ആ വ്യാകുലത വെടിഞ്ഞുകൊള്ളുക, മാർഗം തെളിയും. നമ്മുടെ ദേവാലയത്തിന്റെ രൂപശില്പം നാം നൽകിയ സ്വപ്ന ദർശനത്തിലൂടെ ഒരാൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. അനന്തപുരത്ത് നമ്മുടെ വലതു പാർശ്വത്ത് അകലെയല്ലാതെ അയാൾ പാർക്കുന്നുമുണ്ട്. അയാൾ നിന്നിലേക്കെത്താൻ ആശിക്കുന്നുമുണ്ട്, നിന്നെ തിരയുന്നുണ്ട്. എങ്കിലും അയാൾക്ക് നിന്നിലേക്കെത്തുക സുഗമമല്ല. നീ തന്നെ അയാളെ തിരയണം, കണ്ടെത്തണം. ആ മനുഷ്യന്റെ കണ്ടെത്തലുകൾ നമ്മുടെ ദർശനം തന്നെയാണ്, നമ്മുടെ വീക്ഷണം തന്നെയാണ് അതിലുള്ളത്. നമ്മുടെ ആലയ നിർമ്മിതി സാധ്യമാകണമെങ്കിൽ രൂപശില്പ ദൃഷ്ടാവായ ആ മനുഷ്യനെ നീ കണ്ടെത്തുമ്പോഴേ നമ്മുടെ ആലയ നവീകരണം സാധ്യതമാവുകയുള്ളൂ. തിരയുക, കണ്ടെത്തുക, വേണാടിന്റെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുക. ശ്രീ പത്മനാഭ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ആരവിടെ? അടിയൻ. രാമയ്യനെ വിളിക്കൂ. ഇപ്പൊ തന്നെ നമ്മെ മുഖം കാണിക്കാൻ അറിയിക്കൂ. കൽപ്പന പോലെ തമ്പുരാനെ. തമ്പുരാൻ വിളിപ്പിച്ചത് എന്തിനാ? രാമയ്യൻ സ്വാമിയെ വിളിക്കാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ വിളിക്കാൻ കൽപ്പിച്ചു. രാമയ്യൻ സ്വാമി അറയിലുണ്ടോ ആവോ? സ്വാമി അറയിൽ തന്നെ ഉണ്ടാവും. സ്വാമിയെ കണ്ടല്ലാത്ത തമ്പുരാൻ ഇനി ഉറക്കം വരില്ല. ആ, പോയിട്ട് വരാം. കളപിച്ചാലും തമ്പുരാനെ. രമയ്യ, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സ്വപ്ന ദർശനങ്ങളായി പുറത്തേക്ക് വരാറുണ്ടോ? അങ്ങനെ വരുമായിരിക്കും തമ്പുരാനെ. അടിയന് നിശ്ചയില്ല. വിട കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം അടിയൻ അങ്ങോട്ട് തിരിയണില്ല. എങ്കിൽ അറിഞ്ഞൂള, നമ്മെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് സ്വപ്ന ദർശനത്തിലൂടെ പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ തന്റെ സ്വപ്നത്തിൽ വന്ന് നമ്മോട് സംസാരിക്കുന്നു. എങ്കിൽ അത് ഭഗവാന്റെ ലീലാവിലാസം തന്നെയായിരിക്കും തമ്പുരാനെ. സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ അവിടുത്തോട് എന്താണ് കൽപ്പിച്ചത്? ക്ഷേത്ര നിർമ്മാണത്തിന് വഴികാട്ടാൻ ഈ നഗരത്തിൽ തന്നെ ഒരാളുണ്ടത്രേ. അത് ആരാണ് തമ്പുരാനെ? അത് ആരാണെന്ന് നമുക്കറിയില്ല, ആർക്കും അറിയില്ല. അതാണ് കാര്യം.
ആ ആളെ കണ്ടെത്തണം. അതാണ് ആവശ്യം. പക്ഷേ തമ്പുരാനെ, അതെങ്ങനെ? ഒരടയാളവുമില്ലാതെ ഒരാളെ കണ്ടെത്താന്ന് പറഞ്ഞാല്? അതേ, കണ്ടെത്തണം. ഏതു മാർഗത്തിലൂടെ ആണെങ്കിലും കണ്ടെത്തണം. രാമയ്യന്റെ ദൗത്യം അതാണ് ഇനി. അടിയൻ ഇവിടുത്തെ കൽപ്പന എന്തായാലും അടിയൻ അത് അനുസരിച്ചിരിക്കും, അത് സാധിച്ചിരിക്കും. പൊയ്ക്കോളൂ. നേരം പുലരാറായെന്ന് തോന്നുന്നു. രാമയ്യന്റെ ഉറക്കം നാം കെടുത്തി. ജീവൻ തന്നെ ഈ പാടത്തിൽ അടിയറ വച്ചവനാണ് രാമയ്യൻ. പിന്നെ ഉറക്കത്തിലൊക്കെ എന്ത് കാര്യം? തമ്പുരാൻ വിളിച്ചല്ലോ എന്ന ആനന്ദത്തിലാണ് ഞാൻ. ആ സ്വപ്നം നമുക്ക് ഒരുപാട് ആനന്ദം പകർന്നു. ഈ നിമിഷത്തിൽ തന്നെ ആ ആനന്ദം ആരോടെങ്കിലും പങ്കുവച്ചില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല. നമ്മുടെ ആനന്ദങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പൊ നമ്മോടൊപ്പം രാമയ്യൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ രാത്രി തന്നെ വിളിപ്പിച്ചത്. പൊക്കോളൂ. ശേഷിക്കുന്ന സമയമെങ്കിലും ഉറങ്ങിക്കോളൂ. കൽപ്പന പോലെ തമ്പുരാനെ. എന്തൊരുറക്കോ ഇത്. നേരം എത്രയായിന്ന് കണ്ട? 7:30 വെളുപ്പിന് ഉണരുന്നയാളെ ദാ ഇപ്പൊ പുലർന്നിട്ട് 7:30 നാഴികയായി. ഒന്നും അറിഞ്ഞില്ല, വല്ലാതങ്ങ് ഉറങ്ങിപ്പോയി. അതെ അതെ, വല്ലാണ്ട് ഉറങ്ങി. എപ്പോഴാ കിടന്നത്? നേരം വെളുക്കാറായില്ലേ കിടന്നപ്പോ? അല്ല, ഇതെന്തായി വരച്ചു വെച്ചിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അങ്ങനെ മനസ്സിലാകായിക ഒന്നുമില്ല. പുതുക്കിപ്പണിയുന്ന ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയാണിത്. ഇത് കരിങ്കല്ല് കൊണ്ടുള്ള പടിക്കെട്ടുകൾ. ഈ പടിക്കെട്ടുകൾ കയറി വ്യാളികൾ കാവൽ നിൽക്കുന്ന വാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാം. അകത്ത് കടന്നിട്ട് നേരെ ശ്രീകോവിലേക്ക് ചെല്ലുകയാണോ? അങ്ങനെയൊക്കെ ആവാം. എന്തായാലും ഇപ്പോൾ കിഴക്കേ നട മാത്രമേ എൻ്റെ മനസ്സിൽ തെളിഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള രൂപഘടന പൂർണ്ണമായി മനസ്സിൽ തെളിഞ്ഞിട്ടില്ല. എന്നാൽ മാത്രമേ കൃത്യമായി പറയാനാവൂ. അങ്ങൊരുക്കുന്ന രൂപശില്പം കണ്ട് ഇഷ്ടപ്പെട്ട് അതനുസരിച്ച് നിർമ്മിക്കാൻ അനുമതി കൊടുക്കേണ്ടത് രാജ്യം വാഴുന്ന തമ്പുരാക്കന്മാരല്ലേ? അതെ, തമ്പുരാന്മാരുടെ തീരുമാനമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. പ്രത്യേകിച്ചും തൃപ്പാപ്പൂർ മുപ്പ് വാഴുന്ന മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ തീരുമാനമനുസരിച്ച്. ആ തമ്പുരാൻ ഇത് കണ്ടിട്ട് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലോ? ആ തമ്പുരാൻ ഇത് കാണുമോ എന്ന് പോലും എനിക്കിപ്പോൾ നിശ്ചയമില്ല. കണ്ടാലും ഇഷ്ടപ്പെടണമെന്നുമില്ല. പിന്നെ എല്ലാം ഭഗവാന്റെ നിശ്ചയം. സർവാധാര സ്വരൂപനായ അവിടുന്ന് ഇതാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ഇത് നടക്കും. ഇതേ നടക്കൂ. അല്ലെങ്കിൽ എല്ലാം എൻ്റെ സ്വപ്നങ്ങൾ. അങ്ങേക്ക് ഇതുമായി ചെന്ന് തമ്പുരാനെ ഒന്ന് മുഖം കാണിച്ചുകൂടെ? ഇല്ല, ഞാനായിട്ട് ഇതുമായി പോവില്ല. ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഇത് ഭഗവാന്റെ നിയോഗമാണെങ്കിൽ ക്ഷേത്രഘടന തേടി, എന്നെ തേടി ക്ഷേത്രാധികാരികൾ വരും. അപ്പോ മാത്രം ഞാൻ തൃപ്പാപ്പൂർ മൂപ്പായ തമ്പുരാനെ മുഖം കാണിക്കും. ഭഗവാനെ,
അപ്പൻ്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? അതേ തമ്പുരാനെ. ആലുവാമൊഴി കടന്നു വരുന്ന മറവപ്പട കാരണം ഇവിടെ സ്വൈരമുണ്ടാകുന്നില്ല. കണ്ണും പിണിയുമില്ലാത്ത കൂട്ടങ്ങളാണ്. ദൂരയാത്രയ്ക്കിറങ്ങുമ്പോൾ അഭ്യാസികളായ അകമ്പടിക്കാരെ കൂട്ടിക്കൊള്ളണം. അകമ്പടിക്കാരുണ്ടായിരുന്നു, നല്ല അഭ്യാസികൾ. മറവപ്പടയെ അമർച്ച ചെയ്യാതെ നാഞ്ചനാട്ടിൽ സമാധാനം ഉണ്ടാവില്ല. നാം ഇടയ്ക്ക് അത് ആലോചിക്കാറുണ്ട്. പക്ഷെ ശരിയായ ഒരു മാർഗം ഉരുത്തിരിയുന്നില്ല. കർമ്മകുശലമായ മനസ്സിൽ ആശയങ്ങൾ താനേ നാം വിടും. അത് സ്വപ്നമായും ദൈവിക ഉപദേശമായും നമുക്ക് അനുഭവപ്പെടാം. പ്രധാന കാര്യം ഒന്നാണ്: ഉണർവും കാര്യബോധവും ഉത്സാഹവും കാത്തുസൂക്ഷിക്കുക. അതാണ് വിജയമന്ത്രം.